നമസ്കാരം. നാളെ തിരുവോണമാണ്. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നാം ഏവരും വീടുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം കൂടിയാണ്, സ്വീകരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എന്നാൽ ഇന്നേ ദിവസത്തെ ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഇന്നു മുതൽ അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ കണക്കുകൂട്ടലെല്ലാം പിഴച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ചിന്തിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കാത്തതായ സാഹചര്യം, നിശബ്ദനായി പല സമയങ്ങളിലും നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലുണ്ട്. മുന്നോട്ട് പോകുവാൻ അത്രമേൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. അപ്പോൾ ഏതെല്ലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാകും, ആർക്കാണ് ഗുണാനുഭവങ്ങൾ വന്നു ചേരുക എന്നറിയാം. ഏവരും ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിക്കൂ. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതം പ്രതീക്ഷിക്കുന്ന പോലെ അല്ല എന്നുള്ളതാണ് വാസ്തവം. ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിനെ കുറിച്ചും കൃത്യമായ ധാരണ ചില സമയങ്ങളിലില്ല. പലരും ചതിക്കുന്നു, പലരും വാക്കുകൾ തെറ്റിക്കുന്നതായ സാഹചര്യമുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളും മനസ്സിൽ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ പലതും നടക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതിനും നേർ വിപരീതമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പലവിധ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിട്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അവിടെ നിന്നും ഒരു മാറ്റം സംഭവിക്കുകയാണ്. കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി സംഭവിക്കാവുന്ന സമയം, അനുകൂലമായ കാര്യങ്ങൾ സ്വാധീനം പല കാര്യങ്ങളിലും ചെലുത്തുവാൻ സാധിക്കുന്ന ഒരു സമയം, നിങ്ങളുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നതായ സാഹചര്യങ്ങളാണ് ഉള്ളത്. പ്രശ്നങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം ലഭിക്കും. സ്നേഹം, സഹായം, പിന്തുണ ഇതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. ദുഃഖങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായ സാഹചര്യങ്ങൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനുള്ള യോഗം ഈ സമയങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം ചില പ്രശ്ന പരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചില തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂല കാര്യങ്ങൾ അത് ധനപരമായും ജീവിതത്തിൽ വന്നു ചേരാം എന്നുള്ളതാണ്. കടബാധ്യതകൾ കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ, കടം പെരുകി വരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം വരികയും വരുമാന വർധനവ് വന്നു ചേരും. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ വളരെയധികം പ്രശ്നങ്ങളാൽ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ തട്ടിത്തെറിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പോലും അറിയാത്തതായ സാഹചര്യം. ഭാവിയെക്കുറിച്ച് വളരെയധികം ആകുലതകൾ പോലും മനസ്സിലുണ്ട്. മനസമാധാനത്തോടെ കണ്ണുകൾ അടയ്ക്കുവാൻ പോലും സാധിക്കാത്തതായ സാഹചര്യം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. തീർച്ചയായും നിങ്ങളുടെ പ്രയത്നത്തിന് അനുസരിച്ചുള്ള ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്.
പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ തലവര തെളിയാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾ അനുകൂലമാകാം. വരുന്ന 2 മാസത്തിനുള്ളിൽ പല അനുകൂല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ളതാണ്. സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ അനുകൂലമായ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നർത്ഥമാക്കാം. ദുഃഖങ്ങൾ പലതും ജീവിതത്തിലുണ്ട്. ആ ദുഃഖങ്ങൾ ഒരു പരിധി വരെയെങ്കിലും തുടച്ചു നീക്കപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ ഉയർച്ചയോ ദുഃഖങ്ങളെ തരണം ചെയ്യുവാനുള്ള അവസരമോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉദ്ദിഷ്ടകാര്യസിദ്ധി പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അപ്പോൾ തീർച്ചയായും ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അപ്പോൾ ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഭരണി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ്. മൂന്നാമത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യ സമയം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളിലും ഈശ്വരാധീനം തൊട്ടറിയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം അത് അനുഭവവേദ്യമാകുവാൻ സാധ്യതയുള്ള സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയം. പല പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പരിഹാരം സിദ്ധിക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരാം എന്നാണ് കാണുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ, വിഷമകരമായ കാര്യങ്ങൾ ഒഴിഞ്ഞ് തൊഴിൽപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷം അനുഭവിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂല കാര്യങ്ങൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സംതൃപ്തി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന സമയം. ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും വിദ്യാവിജയം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിൽപരമായ വിജയങ്ങൾ, ബിസിനസ് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾക്കൊപ്പം ഭഗവാനുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഈ സമയം തീർച്ചയായും നിങ്ങൾ ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലമായി പല അനുകൂല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രയാസത്തെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയം. മനസ്സിനെ വ്യാപിച്ചിരിക്കുന്നതായ വിഷമകരമായ കാര്യങ്ങളാൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ നിന്നും ഒരു മാറ്റമാണ് സംഭവിക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അവസ്ഥകൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. ഈ സമയം പല അനുകൂല ഫലങ്ങളും ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ. അവസരങ്ങൾ തീർച്ചയായും വിനിയോഗിക്കണം. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ അപൂർവമായ ഒരു ഭാഗ്യം കടന്നു വന്നിരിക്കുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം ജീവിതത്തിൽ ഒറ്റപ്പെട്ട സാഹചര്യം പോലുമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളാലും ശത്രുക്കൾ വളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രയാസങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും സൃഷ്ടിക്കപ്പെടുന്നു. പലരും നിങ്ങളെ വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ മാനസികപരമായും തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ തീർച്ചയായും അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവുകൾ ഇല്ലാതാക്കുവാൻ ആര് തന്നെ ശ്രമിച്ചാലും അത് സാധിക്കില്ല എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് ചിന്തിക്കാനും കൃത്യതയോടെ പ്രവർത്തിക്കാനും സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും വരഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം പല ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആരെല്ലാം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും അവർക്ക് തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കൂ.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വിജയങ്ങൾ പല കാര്യങ്ങളാലും നേടിയെടുക്കുവാൻ സാധിക്കും. ഉയരങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പതറേണ്ടതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. അപമാനിക്കുവാൻ പോലും പലരും ശ്രമിച്ചാൽ പോലും അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു രക്ഷ ലഭിക്കുന്ന സമയം തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, ഭാഗ്യം, ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനമോ സന്തോഷം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങൂ. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദത്തിലൂടെയും ധനപരമായ പ്രതിസന്ധികളോ മറ്റ് വിഷമകരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ജീവിതത്തിൽ നല്ല കാലം പലതും വന്നു ചേരും എന്ന് പ്രതീക്ഷിച്ചാൽ പോലും അത് ലഭിക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില ബന്ധങ്ങളിലോ വളരെയധികം നേരിടുന്നുണ്ട്. ഐക്യം, സമാധാനം പലപ്പോഴും നഷ്ടപ്പെടുന്ന സാഹചര്യം, കലഹങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം, ദാമ്പത്യ ജീവിതത്തിൽ പോലും വിഷമതകളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കണം എന്നൊരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ട്. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. കഷ്ടപ്പാടിലൂടെയും കണ്ണീരിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ സിദ്ധിക്കുകയാണ്. ഭാഗ്യത്തിന് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ, ബിസിനസ് പരമായ ലാഭം ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയം തന്നെയാണ്. ഈ സമയം വളരെ കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ഒരു കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഈ സമയം പലവിധ മാറ്റങ്ങൾ ഉണ്ടാകാം. പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരാം. മനസ്സിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാത്തതായ ധനം ലഭിക്കുന്നതായ സാഹചര്യം പോലും വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ഭാഗ്യമായി മാറുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. ലാഭം കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. മാനസികപരമായ ഒരു ഉയർച്ച ലഭിക്കാവുന്ന സമയം കൂടിയാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കണം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ കൂടപ്പിറപ്പുകളാലോ ചില വിഷമതകളുണ്ട്. അവരുടെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരം വേവലാതികൾ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പല പ്രതിസന്ധികളിൽ നിന്നും ഒരു മുക്തി ലഭിക്കേണ്ട ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. കർമ്മ മേഖല, ബിസിനസ് സംബന്ധമായി അനുകൂല കാര്യങ്ങൾ സംഭവിക്കാം എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യ സമയമായി മാറുകയാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യതകൾ, മികച്ച അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ തെളിഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് എങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും പുറത്ത് കടക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. പുതിയൊരു അധ്യായം ജീവിതത്തിൽ തുടങ്ങുന്ന സമയമാണ്. കടബാധ്യതകൾ പെരുകി നിൽക്കുന്നു എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. ഇത്തരം ചില കാര്യങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും പല കാര്യങ്ങളിലും ഒരു അനുമതി ലഭിക്കുക, കരകയറുവാൻ ശ്രമിച്ചിട്ടും നടക്കാത്തതായ കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കുക, കഠിനാധ്വാനത്തിലൂടെ ഫലം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കാം.
പ്രതിസന്ധികൾ വളരെ കൂടുതലാണ്. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാം. സന്തോഷം, സമാധാനം ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. വളരെ കാലമായി തടസ്സപ്പെട്ടിടക്കുന്ന ചില കാര്യങ്ങൾ അനുകൂലമാകാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് ഫലം കാണാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പ്രശ്നപരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങൂ. അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കണം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമകരമായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. വളരെയധികം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നടന്നു കിട്ടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ പലപ്പോഴും ആഗ്രഹിക്കുന്നത് നടക്കാത്തതായ സാഹചര്യമുണ്ട്. പ്രശ്നപരിഹാരങ്ങൾ കടന്നു വരാത്ത സാഹചര്യം. പല കാര്യങ്ങളിലും ധനപരമായ പ്രയാസങ്ങൾ, കടം വാങ്ങി മുന്നോട്ട് പോകേണ്ട സാഹചര്യം പോലുമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില മെച്ചപ്പെട്ടതായ അവസരങ്ങൾ സിദ്ധിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ഗുണകരമാകാവുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ധനപരമായി പുതിയ അവസരങ്ങൾ കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ധനം നിങ്ങളിലേക്ക് പല വിധത്തിൽ ആകർഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ആഗ്രഹ സാഫല്യങ്ങൾ ലഭിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രതിസന്ധികൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. ദുരവസ്ഥകൾക്ക് ഒരു മാറ്റം സംഭവിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം സമയം കൂടി ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. കർമ്മ മേഖല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂല കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം അനുകൂലമായ കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ജോലി സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ശ്രമങ്ങൾ വിജയം കാണാം. കാര്യവിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. പോസിറ്റീവായ ഊർജത്തോടെ കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. കൂടാതെ ഈ സമയം എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും, അല്ലെങ്കിൽ അതിനുള്ള അവസരമുണ്ട് എന്നൊരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും കൃത്യതയോടെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം അനുകൂലമാണ്. അനുകൂലമായ ഒരു ദിവസത്തിന്റെ ആരംഭമായി തന്നെ പരാമർശിക്കാം. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങൂ. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മുന്നേറുവാൻ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടതകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന സമയം. മനസമാധാനം ജീവിതത്തിൽ ഇല്ലാത്തതായ അവസ്ഥയുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ പോലും സാധ്യമാകാത്ത സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം പല കാര്യങ്ങളിലും വല്ലാത്ത ഒരു മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം പല വിധത്തിലും സന്തോഷം അനുഭവഭേദ്യമല്ലാത്തതായ സാഹചര്യം. സന്തോഷങ്ങൾ ജീവിതത്തിൽ കുറയുന്നതായ സാഹചര്യം. സമാധാനമില്ലാത്തതായ ഒരു അന്തരീക്ഷമുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഷമകരമായ ഒരു കാര്യമാണ് ഉള്ളത്. ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഈ സമയം ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങൾ അത് കൃത്യമായി വിനിയോഗിക്കുവാൻ പോലും സാധിക്കുന്നില്ല. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. പല ആഗ്രഹങ്ങളും കൃത്യതയോടെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളിലും തെളിഞ്ഞിരിക്കുന്നതായ ചില അനുകൂല കാര്യങ്ങൾ കൃത്യതയോടെ വിനിയോഗിക്കുവാൻ സാധിക്കും.
വളരെ കാലമായുള്ള ചില ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങളെ മറികടക്കുവാൻ സാധിക്കും. കുടുംബത്തിലെ ദോഷങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിവാഹ തടസ്സങ്ങൾ പോലും ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരുന്ന ചില വിഷമകരമായ കാര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കും. ജീവിത പങ്കാളി അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും സന്തോഷ നിമിഷങ്ങൾ, അനുകൂല കാര്യങ്ങൾ സംഭവിക്കാം. ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ് സംബന്ധമായി കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പൊതുവിൽ അനുകൂല സാഹചര്യങ്ങളാണ് ഉള്ളത്. മനസമാധാനം ജീവിതത്തിൽ സിദ്ധിക്കുന്ന ഒരു സമയമാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങൂ. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സംഘർഷഭരിതമായ ഒരു സമയം. ജീവിതത്തിൽ പല ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പരീക്ഷണങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യം. കഷ്ടകാലം ആണ് എന്ന് ചിന്തിക്കുവാൻ സാധിക്കും വിധമുള്ള കാര്യങ്ങൾ. ഇന്ന് ശരിയാവും, നാളെ ശരിയാകും എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നീണ്ടുപോകുന്നു. സമാധാനമില്ല. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദൗർഭാഗ്യങ്ങളും ദോഷങ്ങളും ഒരു പരിധിവരെ കുറയുകയും സന്തോഷിക്കുവാനുള്ള നിരവധിയാർന്ന അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം ബിസിനസ് സംബന്ധമായി പോലും അനുകൂല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. കഠിനാധ്വാനം ചെയ്യുന്നതിന് അനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കാം. ഈ സമയം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഈ സമയം ഇരട്ടി ലാഭം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ആഗ്രഹ പൂർത്തീകരണം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളും പ്രതിസന്ധിയിലായിരുന്നു എങ്കിലും അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും. കടബാധ്യതകളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ധനപരമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, ബിസിനസ് സംബന്ധമായ ഉയർച്ച, കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹ സാഫല്യം പലതും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിഷമകരമായ കാര്യങ്ങളുടെ ഒരു അവസാനം സംഭവിക്കുന്ന സമയമാണ്. ധനപരമായി അനുഭവിച്ചു പോന്നിരുന്ന പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാൻ പോകുന്ന സമയമാണ്. തീർച്ചയായും ചില മാറ്റങ്ങൾ സംഭവിക്കാവുന്ന സമയം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ.